മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചു മുമ്പ് നമ്മൾ ബെഡ്റൂമിൽ വെച്ച് ആദിലയുടെയും റെനയുടെയും നൂറയുടെയും ഒക്കെ പദ്ധതികൾ കേട്ടിരുന്നു. അതായത് സ്ട്രോങ് ആയിട്ടുള്ള 5 പേരെ അടുത്ത നോമിനേഷനിൽ കൊണ്ടുവരണം, എന്നിട്ട് അതിൽ നിന്നും 2 പേരെ ഔട്ടാക്കി കളയണമെന്നൊക്കെ. ആ സമയത്ത് ആദില നമ്മുടെ റെനയോട് പറഞ്ഞിരുന്നു, എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ നീ ഇതൊന്ന് അവതരിപ്പിച്ച് നോക്ക്, ചിലപ്പോൾ അവരത് മനസ്സിൽ ഉൾക്കൊണ്ടാലോ, എന്നിട്ട് ആരെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള 5 പേരെ നോമിനേറ്റ് ചെയ്താലോ എന്ന്. ആ ഒരു സംസാരവും പദ്ധതിയിടലുമൊക്കെ കുറച്ചു മുമ്പാണ് കഴിഞ്ഞത്. എന്തായാലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ആദിലയും നൂറയും റെനയും. അങ്ങനെ എന്തായാലും അവർ 3 പേരും പുറത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അക്ബറിനോടാണ് ആദ്യം തന്നെ ഈ കാര്യം ഇവർ അവതരിപ്പിക്കുന്നത്. ആദ്യം മറ്റു പല കാര്യങ്ങളും അക്ബറിനോട് സംസാരിക്കുന്നു, ഇന്നത്തെ ഗെയിം, ഇന്നത്തെ പ്രശ്നം, അങ്ങനെ ഓരോന്നും സംസാരിച്ച് ആദില നൈസായിട്ട് അക്ബറിനോട് ചോദിക്കുന്നു അടുത്ത ആഴ്ച ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന്. അതിന് അക്ബർ പറയുന്നത് ഉറപ്പായിട്ടും ഷാനവാസിനെ ആയിരിക്കും. ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ട് അയാളെ തന്നെ ആയിരിക്കും ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ ആരാണെന്ന് ഇനി വേണം കണ്ടുപിടിക്കാൻ. ഇനിയും 2-3 ദിവസമുണ്ടല്ലോ. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഒരാളെയും കൂടി ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ 2 പേരെ നോമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, എങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് നോമിനേറ്റ് ചെയ്തുകൂടെ? അതായത് ജിസേലിനോടും ആര്യനോടും നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേര് പറയുവാണെങ്കിൽ അവരും നോമിനേറ്റ് ചെയ്യുമല്ലോ. ഒരാളുടെ പേര് 2 പേര് പറഞ്ഞാൽ തന്നെ അയാൾ നോമിനേഷനിലും വരും. പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നത്, അങ്ങനെ നോമിനേഷൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഗ്രൂപ്പിസം കളിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം. എന്നിട്ട് അക്ബർ പറയുന്നത്, ഈ ആഴ്ച ഞാൻ ആദിലേനെ നോമിനേറ്റ് ചെയ്തു, അടുത്ത ആഴ്ച വേണമെങ്കിൽ ഞാൻ നൂറേനെ നോമിനേറ്റ് ചെയ്യാമെന്നും തമാശയ്ക്ക് അക്ബർ പറയുന്നു. ആ സമയത്ത് നമ്മുടെ റെന ചെറിയ രീതിയിൽ തമാശയായിട്ട് ആ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ശരിക്കും നമ്മൾ ഇങ്ങനെ അല്ലല്ലോ നോമിനേഷൻ നടത്തേണ്ടത്, സ്ട്രോങ് ആയിട്ടുള്ള 5 പേരല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്നും 2 പേരെ ഔട്ടാക്കാനല്ലേ ശ്രമിക്കേണ്ടത് എന്നൊക്കെ. എന്നാൽ അക്ബർ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവർ ബെഡ്റൂമിലിരുന്ന് പ്ലാൻ ചെയ്തതുപോലെ സ്ട്രോങ് എന്ന് ഇവർ കരുതുന്ന 5 പേരുടെ പേരൊന്നും ഇവിടെ വന്ന് അക്ബറിനോട് പറഞ്ഞില്ല. ചിലപ്പോൾ ആ 5 പേരിൽ ഒരാൾ അക്ബറുമാണല്ലോ. ചിലപ്പോൾ അതുകൊണ്ടാവാം 5 പേരുടെയും പേര് പറയാതിരുന്നത്. ഇങ്ങനെ സ്ട്രോങ് ആയ 5 പേരെ ഔട്ടാക്കാൻ നോക്കണം, നോമിനേഷൻ ചെയ്യണമെന്നൊക്കെ ആദിലയും നൂറയും റെനയും ഒക്കെ പറയുന്ന സമയത്തും അക്ബർ അതിനെ എതിർത്തൊന്നും സംസാരിച്ചില്ല. ചിലപ്പോൾ ഇവരുടെ പദ്ധതി അക്ബറിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, അതാവാം. ചിലപ്പോൾ അക്ബറും ചിന്തിച്ചു തുടങ്ങാം അങ്ങനെ 5 പേരെ നോമിനേറ്റ് ചെയ്താൽ എന്താകുമെന്ന്. ആദിലയും റെനയും പറയുന്നത് വീക്കായിട്ടുള്ള PR ഉള്ള 5 പേരെ പറയണം, അങ്ങനെ ആവുമ്പോൾ അതിൽ നിന്നും 2 പേര് ഔട്ടായി പോകുമെന്നാണ്. എന്തായാലും ഇവരുടെ പദ്ധതികളിലൊക്കെ നല്ല തന്ത്രപരമായി നടക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.